ഇടുക്കിയിൽ ശക്തമായ മഴയിൽ ഉരുൾപൊട്ടി വീട്ടമ്മയ്ക്ക് ദാരുണ അന്ത്യമുണ്ടായത് നമ്മൾ വാർത്തകളിൽ നേരത്തെ തന്നെ മനസ്സിലാക്കിയതാണ്. കുടയത്തൂർ രവിയുടെ ഭാര്യ സുമതിയാണ് മരിച്ചത്. ഇവരുടെ വീട് പൂർണ്ണമായും തകർന്നു. ദുരന്തത്തിൽ നിന്ന് രവിയും മകനും രക്ഷപ്പെട്ടു. പുലർച്ചെ 2 മണിയോടെയാണ് അടൂർമലയിൽ ഉരുൾപൊട്ടലുണ്ടായത്. ഇവിടെ അടൂർമല സ്വദേശി രവിയുടെ വീട് പൂർണ്ണമായും ഒലിച്ചുപോയി. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ആ മുകളിൽ നിന്നാണ് മണ്ണിടിഞ്ഞ് താഴേക്ക് വന്നിരിക്കുന്നത്. ഈ നിൽക്കുന്ന ഭാഗം, നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗത്താണ് വീടുണ്ടായിരുന്നത്. വീട് പൂർണ്ണമായും ഒലിച്ച് താഴേക്ക് പോയിരിക്കുന്നു. ഇപ്പോൾ അവശേഷിക്കുന്നത് അടുക്കളയുടെ ഒരു ഭാഗം മാത്രമാണ് അവശേഷിക്കുന്നത്. ഒരു മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. രവിയുടെ ഭാര്യ സുമതിയുടെ മരണം സംഭവിച്ചിരിക്കുന്നു. അവരുടെ മൃതദേഹം ഈ ഉരുൾപൊട്ടലുണ്ടായതിൻ്റെ താഴത്തേക്ക് ഏതാണ്ട് ഒരു 500 അടി താഴ്ചയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. NDRFിൻ്റെ സംഘവും ഫയർഫോഴ്സും ചേർന്നായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയത്. ഏതാണ്ട് രക്ഷാപ്രവർത്തനം നടത്തിയ ആദ്യ 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞു. 3 പേരാണ് അപകടത്തിൽപ്പെട്ടത്. അതിൽ രവി കാര്യമായ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. രവിയുടെ മകൻ രതീഷ്, അദ്ദേഹം ഈ മണ്ണിൽ പൂണ്ടുപോയിരുന്നു. രക്ഷാപ്രവർത്തകരാണ് അദ്ദേഹത്തെ പുറത്തേക്ക് എടുത്തത്. അദ്ദേഹം ഇപ്പോൾ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ജില്ലാ കളക്ടർ, അതോടൊപ്പം തന്നെ ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്, ഇടുക്കി MLA റോയ് കെ പൗലോസ് അടക്കമുള്ളവർ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിരുന്നു. അവരാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഇപ്പോൾ ഈ മേഖലയിൽ വീണ്ടും ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. ഇവിടെയുള്ള ഊരുമൂപ്പനടക്കം അത്തരം ഒരു ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. പല സ്ഥലത്തും വലിയ പാറക്കല്ലുകളും മറ്റും വീഴാറായി നിൽക്കുന്നു എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ ഭാഗത്ത് അപകട ഭീഷണി നേരിടുന്നവരെ മാറ്റിപ്പാർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ജില്ലാ ഭരണകൂടം സ്വീകരിക്കേണ്ടതുണ്ട്. എത്രയും പെട്ടെന്ന് ദുരന്ത മേഖല ഇനിയും ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സൈഡ് കെട്ടുന്നില്ല. മണ്ണ് മാത്രമേ എടുത്ത് പോകുന്നുള്ളൂ. അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഈ ദൂരപരിധി ഇപ്പം 3.5 കിലോമീറ്റർ ഉണ്ട് കുളപ്പുറയിൽ നിന്ന്. ഇനിയിപ്പം വാഹന ഗതാഗതം പോകണമെങ്കിൽ ഒരുപാട് തടസ്സമാണ്. എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ 67 വയസ്സ് എനിക്കായി. ഇന്ന് വരെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഉരുൾപൊട്ടൽ ഭീഷണിയായിട്ട് എൻ്റെ വീടിനും കല്ലുകളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഈ മുകളിൽ ഒരു വലിയൊരു കല്ലുണ്ട്. ആ കല്ലൊന്ന് പൊട്ടിച്ച് മാറ്റി. ഞങ്ങൾ 5 വീട്ടുകാർക്ക് ഭീഷണിയാണത്. അത് ഞങ്ങൾ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തായിരുന്നു, വില്ലേജിൽ വില്ലേജ് തഹസിൽദാരൊക്കെ വന്ന് നോക്കിയതാണ്. എന്നിട്ടും ഒരു തീരുമാനം ഇതേവരെ ആയിട്ടില്ല. ഞങ്ങൾക്ക് ഭീതിയാണ്. ഞങ്ങൾ മഴയത്തോണ്ട് എണീറ്റിരിക്കുകയാണ് ചെയ്ത്. ഇന്നലെയൊക്കെ രാത്രിയിൽ ഞങ്ങൾ എണീറ്റിരിക്കുക ചെയ്ത്. അന്നേരമാണ് രവി ഓടി വരുന്നതും സംഭവം നടന്നെന്നൊക്കെ പറയുന്നതൊക്കെ. ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല. ഇത് കല്ലിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയാണ്. എന്തായാലും എല്ലാ താലൂക്കുകളിലും ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളും കൺട്രോൾ റൂമുകളും തുറക്കും എന്നുള്ളതാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. ജില്ലയിൽ പരക്കെ അതിശക്തമായ മഴയിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അടൂർ മലയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.